അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൂസ് പെപ്പർ ക്യാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. രാവിലെ 6 മണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല തണുപ്പാണ് പുറത്ത്. ജനലൊന്നും ഞാൻ തുറക്കുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്ലൈമറ്റ്, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സമയമാണ് വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ. ഭയങ്കര തണുപ്പല്ല ഇപ്പോൾ, എന്നാലും സാധാരണ ഡിസംബറിലൊക്കെ നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ അങ്ങനെ അത്ര വലിയ തണുപ്പില്ല, എന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ ജനൽ തുറക്കാറില്ല. കുറച്ച് വെയിലൊക്കെ വന്നതിന് ശേഷമേ ജനൽ തുറക്കാറുള്ളൂ. ഇപ്പോൾ ഇവരെ വെക്കേഷൻ ടൈമാണ്, വിൻ്റർ വെക്കേഷനാണ് മക്കൾക്കെല്ലാം. ഇന്ന് ഹസ്ബൻഡ് മാത്രം ഓഫീസിൽ പോയാൽ മതി. എനിക്ക് വേറെ 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം രാവിലെ കുറച്ച് ധൃതിയിലാണ് കേട്ടോ. ഉമ്മ മുട്ടക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് കൊണ്ടുപോകാൻ ചപ്പാത്തിയും അപ്പവുമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവുമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സമയം 7:15 ഇപ്പോൾ നല്ല സൺലൈറ്റൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങി. തലേദിവസത്തെ മീൻ മുളകിട്ടതും അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കഴിച്ചു. കാര്യം എനിക്ക് 9 മണിക്ക് ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോയതിന് ശേഷം ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കാനായിട്ടാണ് പോയത്. തിരക്കൊന്നും ഇല്ലായിരുന്നു, അത് കാരണം പെട്ടെന്ന് തന്നെ അവിടുത്തെ കാര്യം കഴിഞ്ഞു. പിന്നെ ഫാർമസിയിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് പേപ്പർ വർക്ക്സൊക്കെ ചെയ്യാനായിട്ട് പോകേണ്ടിയുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പിന്നീട് പോയി. അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി. സ്കൂളിൽ നമുക്ക് കയറണമെങ്കിൽ PCR ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വേണം കേട്ടോ. കുറേ നാളായിട്ട് അതിപ്പോൾ മാൻഡേറ്ററി ആണ്. അപ്പോൾ മക്കളുടെ സ്കൂളിലൊരാവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. സെക്യൂരിറ്റി റീസൺസ് കാരണം സ്കൂളിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ചോറ് നമ്മൾ തലേ ദിവസം രാത്രി തെർമൽ കുക്കറിലാക്കി വെക്കും. അത് രാവിലെ തന്നെ ചോറ് റെഡിയാവും. പക്ഷേ ഹസ്ബൻഡ് ഇപ്പോൾ ചോറ് കൊണ്ടുപോകാറില്ല ഓഫീസിൽ. അപ്പോൾ അത് കാരണം നമുക്ക് ഉച്ചയ്ക്കൊക്കെ ചോറാക്കിയെടുത്താൽ മതി. ഇനി മീൻകറിയെല്ലാം ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് നൗഫിയുടെ ഉമ്മ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട്. അടിപൊളി അച്ചാറായിരുന്നു. ഞാൻ വന്നപ്പോൾ മക്കളെല്ലാം ലഞ്ച് കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അവർ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ അത് കാരണം എനിക്ക് വേറെ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരം ഡിന്നറിന് മലായി ടിക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുറത്ത് പോകേണ്ടതുണ്ട്. മക്കളുമായിട്ടൊന്ന് പുറത്ത് സൈക്ലിങ്ങിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കും. അതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ട് അതിലേക്ക് ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കസൂരി മേത്തി 1 ടീസ്പൂൺ, ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം. ഒരല്പം ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടാട്ടോ അടിക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ചിക്കൻ തൈസ്ന്ന് മീറ്റ് മാത്രം കട്ട് ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. സാധാരണ ബ്രസ്റ്റ് പീസ് ചിക്കൻ വാങ്ങുന്നതിലും ഇങ്ങനെ തൈസ് വാങ്ങിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തോന്നും. അപ്പോൾ ഇതിനകത്തേക്ക് മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനകത്തേക്ക് ഒരല്പം കോൺഫ്ലവറും പിന്നെ മൊസറല്ല ചീസും കൂടെ ആഡ് ചെയ്യും. 2 ഓരോ ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആ ഒരു സമയം ഞാനൊരു ബാംബൂ സ്ക്വയറും കൂടെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ്.
അസർ നമസ്കരിച്ചിട്ട് ഞാനും മോളും കൂടെ ഇങ്ങനെ സൈക്ലിങ്ങിന് വന്നു. മോനും പോകാറുണ്ട്. പക്ഷേ മോൻ്റെ ഫ്രണ്ട്സ് കുറേ ഉണ്ട്, അപ്പോൾ അവർ വേറൊരു സെക്ഷനിലായി. മോളുടെ കൂടെ ഞാൻ നിൽക്കാറുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഒരുപാട് കുട്ടികൾ വരും കേട്ടോ. ഈ ഒരു സമയമല്ല, കുറച്ചും കൂടെ ഒന്ന് ലേറ്റായി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് കുട്ടികൾ വരും. കൊറോണയ്ക്കൊക്കെ മുൻപ് ഒരുപാട് കുട്ടികൾ ഈ ഒരു സമയത്ത് വെക്കേഷനൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതിയോളം കുട്ടികളെ വരാറുള്ളൂ. മഗ്‌രിബൊക്കെ ആകാറായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതാ മക്കൾക്ക് വൈകുന്നേരം കൊടുത്തത്. നേന്ത്രപ്പഴവും മോൾക്ക് ബൂസ്റ്റും മോന് ചായയാണ്. മഗ്‌രിബ് സമയമാകുമ്പോൾ ഹസ്ബൻഡും വരാറുണ്ട് ഓഫീസിൽ നിന്ന്. നമ്മളെല്ലാം ചായ എല്ലാം കുടിച്ചു. പിന്നെ നമസ്കാരം എല്ലാം കഴിഞ്ഞു. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഗ്രില്ല് ചെയ്യാൻ കയറിയത്. ഇപ്പോൾ ഫിഷ് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോകുന്നതിന് മുമ്പ് അതെടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഫിഷാണ് ഗ്രില്ല് ചെയ്യുന്നത്. മക്കൾക്ക് മാത്രം മലായി ടിക്ക ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാനിലാട്ടോ ഗ്രില്ല് ചെയ്തേക്കുന്നത്. ഓരോ പീസും ഇങ്ങനെ സ്ക്യൂവറിൽ കോർത്ത് 4-5 പീസ് ഇങ്ങനെ കോർത്തിട്ട് ഞാനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 ആഴ്ച മുമ്പ് നമ്മൾ പുറത്ത് ബാർബിക്യൂ ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ടായി മലായി ടിക്കയുടെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ അവർ പറയുന്നുണ്ടായിരുന്നു ഉണ്ടാക്കാൻ. ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയത് കേട്ടോ. ഇടയ്ക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ബട്ടർ ഇട്ട് കൊടുക്കണം. ഞാൻ മുൻപ് മലായി ടിക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് നമ്മൾ ബാർബിക്യൂന് കഴിച്ച നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ അന്ന് ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഞാൻ സാധാരണ മൊസറല്ല ചീസൊന്നും ആഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതുപോലെ കാടമം പൗഡറും ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രണ്ടും ആണെന്ന് തോന്നുന്നു എൻ്റെ മലായി ടിക്ക ഉണ്ടാക്കുന്നതിൽ വ്യത്യാസം വന്നത്. പക്ഷേ ഇത് നല്ല ഫ്ലേവറാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പാനിൽ തന്നെ ഉണ്ടാക്കാനേ ഉള്ളൂ. സ്ക്യൂവറിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. ജസ്റ്റ് പാനിലിട്ട് വെറുതെ ഗ്രില്ല് ചെയ്തെടുത്താലും മതി. നല്ല ടേസ്റ്റാണ്. പച്ചമുളക് മാത്രമേ ഇവിടെ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ അതിൻ്റെ അളവ് കുറച്ച് ചേർത്താൽ മതി. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഫിഷ് ഇവിടെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. സീബ്രീമാണ് ഞാൻ എടുത്തിരുന്നത്. കാണാനായിട്ട് ലുക്കില്ലെങ്കിലും സംഭവം കിടുവാണ് കേട്ടോ. സാധാരണ നമ്മൾ ഫിഷ് പൊരിക്കാൻ ഉപയോഗിക്കുന്ന മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. അപ്പോൾ സീബ്രീം ആയതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഡിന്നറൊക്കെ ചൂടോടെ തന്നെ കഴിച്ച്. നമ്മൾ കുബൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് ഡിന്നർ അങ്ങനെ ഒപ്പിച്ചു. പിന്നെ ഒരു ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുൻപ് വന്നതാണ്. അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പ്ലാന്റ് വെക്കാനുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പം അത് ഓഫർ പ്രൈസിൽ വാങ്ങിയതാണ്. ഈ ഒരു ഓൺലൈൻ സൈറ്റിൻ്റെ പേര് എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഞാൻ ഓഫർ കണ്ട് വാങ്ങിയതാണ്. സംഭവം നല്ല. എനിക്ക് ഇവിടെ ചെടി വെക്കാനുള്ള സ്ഥലം കുറവാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ ഉമ്മ കുറേ ചെടിയൊക്കെ കൊണ്ടുവന്നു. എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ചെടിയുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ്. അപ്പോൾ അവിടുന്ന് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഉമ്മ ഈ ചെടിയൊക്കെ കൊണ്ടുവന്നിട്ട്, സത്യം പറഞ്ഞാൽ നമുക്കിവിടെ വെക്കാൻ ബാൽക്കണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങി. ഇത് മെറ്റൽ സ്റ്റാൻഡാണ് കേട്ടോ. ഈ ഒരു മെറ്റൽ സ്റ്റാൻഡിന് അതിനകത്ത് തന്നെ മാനുവലുണ്ട്. അപ്പോൾ അത് നമുക്കത് നോക്കി ഫിക്സ് ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നല്ല ഈസിയാണ് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഫ്രെയിം മാത്രം നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഫ്രെയിമിന് ഓരോ സെക്ഷനിലും ഒരു മറ്റേ ഫോക്സ് ഗ്രാസിൻ്റെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ സെറ്റപ്പ്. ഇതിൽ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇത്രയും നേരം ഒരുപാട് ക്ഷമയോടെ വാച്ച് ചെയ്തതിന് താങ്ക്സ് എ ലോട്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രം സൂസ് പെപ്പ ക്യാൻഡി.